പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഉമ്മൻചായനും ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന മറ്റെല്ലാവർക്കും ഞാൻ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്ന. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠനത്തിന് വെച്ചിരിക്കുന്നത്. നമ്മുടെ തലമുറ ദൈവസഭ എന്താണ്, പെന്തക്കോസ്ത് എന്ന് പറയുന്ന വെറും ഒരു പേരാണ്. പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൃത്യസമയത്ത് നമുക്കൊരു 10:15 ഒരു മണിക്കൂർ ദൈവവചനം ശുശ്രൂഷിക്കാൻ തന്നിട്ടുണ്ട്. ഒരു 10:15 നമുക്ക് നിർത്താം. കർത്താവ് സഹായിക്കട്ടെ. പ്രസംഗങ്ങളാണ് കേൾക്കുന്നുണ്ട്. ഈ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്ത് ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. വിശ്വാസത്തെ കുറിച്ച് ട്രാക്ട് എഴുതുന്നു, വിശ്വാസത്തെ കുറിച്ചുള്ള സന്ദേശങ്ങള്. എവിടെ തിരിഞ്ഞാലും വിശ്വാസം എന്ന പദത്തെ ആധാരമാക്കി വലിയ സന്ദേശങ്ങൾ കിട്ടുന്നു. എന്നാല് സഭയ്ക്കകത്ത് വിശ്വാസത്തെ കുറിച്ചല്ല കേൾക്കേണ്ടത്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് ദൈവസഭയുടെ മൂല്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രവൃത്തി 2-ാം അധ്യായം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണും. എന്നിട്ട് അതേ അധ്യായത്തിൽ പറയാണ്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. കണ്ടോ? നമ്മൾ ഓർത്ത് നോക്കിയേ, അവിശ്വാസികളായി സഭയ്ക്ക് വെളിയിൽ കടന്നവർക്ക് അവര് കർത്താവിനെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, വിശ്വസിച്ചു. ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. അപ്പൊ ഒരാൾ സഭയിൽ വന്നു എന്ന് പറഞ്ഞാൽ, സഭയുടെ ഭാഗമായെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ് സ്നാനപ്പെട്ടത്. അത് പരസ്യമായിട്ട് അവർ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്ന സത്യമാണ്. സഭയ്ക്കകത്ത് നമ്മുടെ അപ്പോസ്തലന്മാരായാലും പ്രവാചകനായാലും ഇടയനായാലും സുവിശേഷകനായാലും ഉപദേഷ്ടാക്കന്മാരായാലും മേശമേൽ ശുശ്രൂഷിക്കുന്നവരായാലും പ്രബോധനം നൽകുന്നവരായാലും വിശ്വാസികളെ വിശ്വസിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. പിന്നെന്തിനു പഠിപ്പിക്കണം? വായിക്കാം റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. അവിടെയാണ് പെന്തക്കോസ്തിന്റെ മൂല്യം, ദൈവസഭയുടെ ശ്രേഷ്ഠത, മൂല്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. വായിക്കാം റോമാലേഖനം 1-ാം അധ്യായം 5-6 വാക്യം വായിക്കാം. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിനും കൃപയും അപ്പോസ്തലവും പ്രാപിച്ചതും. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ. അവിടെ ഒരു പദം കിടക്കുന്ന കണ്ടോ? വിശ്വാസത്തിന് എന്തു വരുത്തണം? ഇന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, സഭയ്ക്കകത്തേക്ക് വരാൻ ഏത് മതി? വിശ്വാസം മതി. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 10-9-10. അങ്ങനെ വിശ്വസിച്ചവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു? സ്നാനം കഴിപ്പിക്കുന്നു. ഇങ്ങനെ സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നവരെ വിശ്വസിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. അവരുടെ വിശ്വാസത്തിന് നമ്മൾ എന്ത് വരുത്തണം? അതാണ്. അപ്പം വിശ്വാസത്തിന് അനുസരണം വന്നപ്പോൾ ഏത് നടന്നു? ഒന്ന് നടന്നു. ഏതാ? വിശ്വാസത്തിന് അനുസരണം വന്നതിന്റെ ഒരു തെളിവാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത്. അതുകൊണ്ടല്ലേ വിശ്വസിച്ചവര് അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. പക്ഷെ നമ്മൾ ഈ സ്നാനപ്പെടുത്തി സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നവരെ വീണ്ടും അനുസരണത്തിന്റെ പാതയിൽ നടത്തണമെന്ന്. വിശ്വസിച്ച് സ്നാനപ്പെട്ട് അനുസരിച്ചവരെ അനുസരണയുടെ പാതയിൽ നടത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റോമാലേഖനം 6-ാം അധ്യായം കൃത്യമായിട്ട് മറുപടി വരുന്നത് 6-ന്റെ 2 മുതൽ വായിച്ചേ. 6-ന്റെ 2 മുതൽ. റോമാലേഖനം 6-ന്റെ 2 മുതൽ.
പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തു പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ സ്ഥാനത്താൽ അവനോട് കൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ടു പിതാവിന്റെ മഹിമയാൽ എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുരുഷത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ ദൈവമക്കളെ വളരെ ശ്രദ്ധിക്കണേ. മതി അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? കൃപ 6-ാം അധ്യായം തുടങ്ങുകയാണ്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാളും അരുത്, അല്ലേ? അപ്പൊ പാപം ചെയ്തു. അപ്പൊ രക്ഷിക്കപ്പെട്ടവര് സഭയുടെ അംഗമായവര് അനുസരണയിലേക്ക് വരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, സഭയ്ക്കകത്ത് പാപം നടക്കും. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. വിശ്വസിക്കുന്നവർക്ക് പാപം ചെയ്യാൻ കഴിയും, പക്ഷെ വിശ്വാസത്തിന് അനുസരണം വന്നു കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ കഴിയില്ല. ഇന്ന് സഭയ്ക്കകത്ത് സ്നാനം കഴിഞ്ഞിട്ട് സഭാപ്രവേശനം കിട്ടി, വിശ്വസിച്ച് സ്നാനപ്പെട്ട് സഭയിൽ വന്നിട്ട് പാപം ചെയ്ത് തുടരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ വിശ്വാസത്തിന് ഏത് വരുന്നില്ല, അനുസരണമില്ല. ആ കുഞ്ഞുങ്ങള്, അങ്ങനെയുള്ള തലമുറ വീട്ടിൽ അപ്പനമ്മമാരോട് അനുസരണക്കേട് കാണിക്കും. അങ്ങനെയുള്ള വിശ്വാസികൾ സഭയിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കും. വീട്ടിൽ മാതാപിതാക്കന്മാരോട് കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുന്ന പോലെ സഭയിൽ അങ്ങനെയുള്ള വിശ്വാസികൾ സഭയിൽ തുടരും, പക്ഷെ അനുസരണക്കേട് കാണിച്ചു. ശരിയല്ലേ? എന്ന് നമ്മൾ ഓർത്തേക്ക്. നമുക്കിട്ട് പണി തരുന്ന പിള്ളേരില്ലേ, നമ്മുടെ കൂടെ താമസിച്ചോണ്ടല്ലേ പണി തരുന്നേ? അത് ശരിയല്ലേ? നമ്മുടെ ഉപ്പും ചോറും തിന്ന് നമ്മൾ ഇതുങ്ങൾക്ക് സ്കൂൾ ഫീസും കൊടുത്ത് വണ്ടി ഫീസും കൊടുത്ത് ഇതുങ്ങളുടെ കാല് വളരുമോ, കണ്ണ് വളരുമോ, ഇതുങ്ങള് ശരീരം വണ്ണം വെക്കുമോ, ഇതുങ്ങൾ വളരുമോ, കണ്ണിലുണ്ണിയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഇതുങ്ങൾക്ക് സ്കൂൾ ഫീസും കൊടുത്ത് വണ്ടി ഫീസും കൊടുത്ത് നൂഡിൽസ് എന്ന് പറയുമ്പോൾ നൂഡിൽസും മേടിച്ചു കൊടുത്ത് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് ഇതുങ്ങൾക്ക് തിന്നാനും കുടിക്കാനും, ഇതുങ്ങൾക്ക് വണ്ടിക്ക് പൈസ, സ്റ്റാമ്പിന് പൈസ, പഠിക്കാൻ പൈസ, വാഹനം ഓടിക്കാൻ പ്രായമാകുമ്പോൾ വാഹനവും മേടിച്ചു കൊടുത്ത് കള്ളക്കട മേടിച്ചായാലും ഇതുങ്ങളെ ഓറ്റിപ്പോയത്. പക്ഷെ ഇതുങ്ങൾ നമ്മുടെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ചോണ്ട്, അതാ സഹിക്കാൻ കഴിയാ, നമ്മുടെ വീട്ടിൽ താമസിച്ചോണ്ട് നമ്മുടെ കൂടെ ചിരിച്ചു പറഞ്ഞ് നടന്നേച്ച് നമുക്കിട്ട് പണി തരിക, നമ്മൾ പറഞ്ഞ അനുസരിക്കല. കണ്ടോ? ഇതുപോലെ തന്നെയാ സഭയിലും. സഭയ്ക്കകത്ത് കർത്താവിനെ സേവിച്ച് വീട് കിട്ടി, കർത്താവ് വീട് കൊടുത്തു, കാറ് കൊടുത്തു, കർത്താവ് ഭൗതികം എല്ലാം കൊടുത്തു. പക്ഷെ ഇതെല്ലാം ദൈവം തന്നെന്ന് പറഞ്ഞോണ്ട് ഇതെല്ലാം അനുഭവിച്ചോണ്ട് മഹാപാപം ചെയ്ത് സഭയ്ക്കകത്ത് തുടരുക. കണ്ടോ? സാക്ഷി പറയുമ്പം പറയും, ഞാൻ ദൈവ പൈതല, ദൈവം എനിക്ക് വാഹനം തന്നു, ഞാൻ ഒന്നുമില്ലാതെ കാനഡയിൽ വന്നു, ഇപ്പൊ എല്ലാം ഉള്ളവനായി തീർന്നു. ശരിയാ, പക്ഷെ സഭയ്ക്കകത്ത് പാപിയായി തുടരുകയാ. കാരണം എന്താ? വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, യേശുവിന്റെ പൈതലായി, സഭയിൽ കിട്ടി, വീട് കിട്ടി, കാറ് കിട്ടി, ആഹാരം കിട്ടി, ചെരുപ്പ് കിട്ടി, തുണി കിട്ടി, ഇതെല്ലാം കിട്ടി. ഇതെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. പക്ഷേ പാപത്തിൽ തുടരുന്ന അവസ്ഥ. കാരണം എന്താ? വിശ്വാസത്തിന് അനുസരണം വരുന്നില്ല എങ്കിൽ ആത്മാവിൽ പണിയപ്പെടാൻ കഴിയില്ല. വിശ്വാസത്തിന് അനുസരണം വരുമ്പോൾ സ്നാനം നടന്നത് ശരി. സ്നാനം മാത്രമല്ല നടക്കേണ്ടത്, സ്നാനപ്പെട്ടവർ ജീവന്റെ പുതുക്കത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. കാരണം ആ വഴി എന്ന് പറയുന്നത് ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെയും പാതയാണ്. റോമാലേഖനം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നു, ജീവനിലേക്കുള്ള പാത ഇടുക്കവും ഞെരുക്കവുമാണ്, വഴി വളരെ ഞെരുക്കമാണ്. വിശാല പാതയുണ്ട്, അതിലെ യാത്ര ചെയ്താൽ അവസാനം മരണം. മരണത്തിലേക്കുള്ള വിശാല പാതയുണ്ട്, ജീവനിലേക്കുള്ള ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെ പാതയുണ്ട്. ലൂക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. അപ്പൊ സ്നാനപ്പെട്ടവര് ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ, വിശ്വസിച്ച് സ്നാനപ്പെട്ടവര് ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ അവർക്ക് അനുസരണം വേണം. അപ്പോൾ പെന്തക്കോസ്തിന്റെ മൂല്യം എന്ന് പറയുന്നത്
ആധുനിക തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം, പെന്തക്കോസ്തിന്റെ മൂല്യം എന്ന് പറയുന്നത് വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചവർ എവിടേക്ക് വരണം? അനുസരണയിലേക്ക് വരണം. അനുസരിക്കുന്നില്ല എങ്കിൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കില്ല. എബ്രായ ലേഖനം കൃത്യമായി പറയുന്നു, അവന്റെ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനത്തിൽ അവർക്ക് കടക്കാൻ കഴിയാതെ പോയത്, ആ പ്രവേശനം ലഭിക്കാതെ പോയത് അനുസരണക്കേട് നിമിത്തമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടവർ നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം, നിങ്ങളെ പ്രസംഗിച്ച് നടത്തുന്നവരെ അനുസരിക്കണം. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. ഔവണ്ണം തന്നെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ അനുസരിക്കണം. ഈ അമ്മ പിള്ളേർക്ക് ചൊല്ലും ചോറും കൊടുത്താ പോരാ, അപ്പനെ അനുസരിച്ച് മാതൃകയുടെ കാണിച്ചു കൊടുക്കണം. 3-4 നേരം വിഴുങ്ങാനായിട്ട് അമ്മ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുന്നെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണമേ എന്നൂടെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നേരത്തിൽ നിങ്ങൾ വീഡിയോ ഓഫാക്കി കളയരുത്. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ അറിയാം എക്സ്പ്രഷനിൽ ഈ വിഷയം നിങ്ങൾക്ക് എഫക്റ്റ് ആകുന്നുണ്ടോ, മരുന്ന് പിടിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ എക്സ്പ്രഷനിൽ അറിയാം. ചിലര് ആ സമയത്ത് വീഡിയോ ഓഫാക്കി കളയും. എക്സ്പ്രഷൻ കാണാതിരിക്കാനാണോ എന്നറിയത്തില്ല. നിങ്ങൾ ഓഫാക്കല് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പല വീട്ടിലും മാതാപിതാക്കന്മാർ അമാതൃകയോടെ ജീവിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നു. മാതാപിതാക്കന്മാരുടെ അമാതൃക നിറഞ്ഞ ജീവിതം കുഞ്ഞുങ്ങളെയും വഴിതെറ്റിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു കളയരുത്. ഒന്നാമത്തെ ചിന്തയ്ക്ക് അടിവരയിടുന്നു. പെന്തക്കോസ് മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടത് വിശ്വാസികളല്ല, അനുസരിക്കുന്നവരാണ്. ആരെങ്കിലും ഓണാക്കി ആ സിസ്റ്റം ഒന്ന് ഓണാക്കി എന്നോട് ചേർന്ന് പറയുമ്പോൾ എല്ലാരും കേക്കെ. പെന്തക്കോസ് മൂല്യം വിശ്വാസത്തെ കേന്ദ്രീകരിച്ചല്ല കിടക്കുന്നത്, അനുസരണയെ കേന്ദ്രീകരിച്ചാണ്. വായിക്കാം, ഒന്ന് പറഞ്ഞാട്ടെ. അച്ഛൻ തന്നെ പറഞ്ഞു. പെന്തക്കോസ് മൂല്യം ഏതിനെ കേന്ദ്രീകരിച്ചാ കിടക്കുന്നേ? വിശ്വാസത്തെ കേന്ദ്രീകരിച്ചാണോ അനുസരണത്തെ കേന്ദ്രീകരിച്ചാണോ? അപ്പൊ സഭയാണെങ്കിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണോ അനുസരിക്കുന്നവരുടെ കൂട്ടമായി മാറണം? ഇതിന് അതിനൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അടുത്ത ചിന്തയിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇനി അടുത്ത അവസാന വാക്യം ഒന്ന് വായിച്ചേ. അതേ അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവരോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എത്ര ജ്ഞാനമായിട്ടാണ് ആ വാക്യം എഴുതിയേക്കുന്നത്. ആ ഒറ്റ വാക്യത്തിനകത്ത് എത്ര മർമ്മങ്ങളാണ് കിടക്കുന്നറിയാം. വിശ്വാസത്തിന്റെ നിർവചനം അവിടെ കൊടുത്തേക്കാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു. പുത്രനെ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവർക്ക് ജീവൻ കാണില്ല എന്ന് എഴുതേണ്ട സ്ഥാനത്ത് എങ്ങനെ എഴുതിയേക്കുന്നേ? പുത്രനെ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവർ ജീവനിൽ കടക്കില്ല എന്ന് പറയുമ്പോൾ ആ വിശ്വാസം എന്നത് സമം എന്തിനെ കാണിക്കുന്നു? അനുസരണയെ കാണിക്കുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. യോഹന്നാൻ 3:16 നമുക്ക് വേണം ഇങ്ങനെ വ്യാഖ്യാനിക്കാം. തന്റെ ഏകജാതനായ പുത്രനെ അനുസരിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ പെന്തക്കോസ് മൂല്യ സഭയിൽ നിലനിൽക്കുന്നത് അനുസരണം. രണ്ടാമത്തെ ആഴമേറിയ ധ്യാനത്തിലേക്ക് നമുക്ക് വായിക്കാം. സഭ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, വേർപെട്ടവരുടെ ഗ്രൂപ്പാണ്. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സഭ എന്ന് പറയുന്നത് എന്താണ്? വേർപെട്ടവരുടെ ഗ്രൂപ്പാണ്. എന്നിട്ട് നമ്മൾ പറയും ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. പിന്നെ നമ്മൾ പറയുന്ന ഒരു പദമാണ് തനിച്ചു പാർക്കുന്ന ജനമാണ്. ഇതൊക്കെ നല്ല ഭേദമാണ്. പക്ഷേ
സഭയുടെ മൂല്യം നിലനിൽക്കുന്ന വേർപാടിലാണ്. അത് എങ്ങനെ ആയിരിക്കണം വേർപാട് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ 1-2 കാര്യങ്ങൾ നിരത്തി ആ മർമ്മം കൂടെ പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് വരാം. സങ്കീർത്തനം 4-ാം സങ്കീർത്തനം നമ്മളൊന്ന് എടുത്താൽ 4-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 4-ന്റെ 1 മുതൽ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമായി. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. യഹോവയിൽ ആശ്രയം വെപ്പീൻ. ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നു അധികം സന്തോഷം. നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു വിടും, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മലയാളം എത്ര കണ്ട് വേഗതയിൽ ഗ്രഹിക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രിയ സോണി പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടോണം. അദ്ദേഹം അത് കൂടുതൽ നിങ്ങൾക്ക് വിശകലനം ചെയ്ത് നിങ്ങളുടെ മംഗ്ലീഷിനനുസരിച്ചില്ലേ, നിങ്ങളുടെ മംഗ്ലീഷിനനുസരിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യും. എനിക്ക് ഇത് സ്പീഡിൽ പറഞ്ഞേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവും ഉള്ളവരാണ്. ഇത് എത്ര കണ്ട് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പ്രിയ സോണി പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ നിങ്ങൾ വിശകലനം തേടുകയും നിങ്ങൾ അത് ഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ആർ നമുക്ക് നന്മ കാണിക്കും. ഇതൊക്കെ സാധാരണ പറയാറുണ്ട്. എല്ലാം വിറ്റ് മുടിച്ച് കടവും കയറ്റി കാനഡയിൽ ചെന്നിട്ട് ദൈവമേ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിലർ ചോദിക്കുന്നവരുണ്ട്. ആ ഭയങ്കര കടമാണ്. നാട്ടിൽ കടം, കാനഡയിൽ കടം, അല്ലേ, ആകപ്പാടെ കടം. എങ്ങനെ ഒന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഓർത്ത് ജീവിതം നയിക്കുന്നവരുണ്ട്. പേടിക്കണ്ട കേട്ടോ. ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ദൈവത്തിന്റെ പാതയിൽ നടന്നാൽ നീതിമാന്റെ സന്തതി അപ്പത്തിന് ഇരക്കില്ല. നീതിമാൻ തുണയില്ലാതെ അലയേണ്ടി വരില്ല. ഒരു ദൈവവേദന പോറ്റി പുലർത്താനും കടഭാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് നന്മ ചെയ്യാനും കർത്താവ് നിങ്ങളെ ജയോത്സവമായി നടത്താനും ശക്തനാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങള് വെള്ളത്തിൽ കൂടെ പോകുന്നത്, പക്ഷേ വെള്ളം ഒരു തുള്ളി പോലും വള്ളത്തെ കയറാൻ സൂക്ഷിക്കണം. വള്ളത്തെ കയറാതെ സൂക്ഷിക്കുന്ന പോലെ നമ്മൾ ഏത് രാജ്യത്ത് താമസിച്ചാലും ലോകമാലിന്യങ്ങളാൽ, പൊല്യൂഷനാൽ കളങ്കം വരാതെ നമ്മളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ആർ നമുക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞ് നീ അലയുന്നെങ്കിൽ, ആരും ചെയ്തില്ലെങ്കിലും കർത്താവ് നമുക്ക് തുണ ചെയ്യും. കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തും. 1. 2, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. എന്താണ് അതിനകത്ത് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ പിള്ളേരുടെ ഇടയിൽ വന്നേക്കുന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇന്ന് അന്യമതത്തിലെ കുട്ടികൾ, ലവ് ജിഹാദ് എന്ന് മാത്രം ഞാൻ പറയല്ല, രക്ഷിക്കപ്പെടാത്ത പിള്ളേര്, ഈ പല്ല് തേക്കാത്ത ആൺപിള്ളേരൊന്ന് ചിരിച്ചു കാണിച്ച ഇന്നത്തെ പിള്ളേര്, പെൺപിള്ളേർ അവന്മാരുടെ പുറകെ പോകുന്നതിന്റെ കാരണം എന്താ? ഈ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ അന്യമതത്തിൽപ്പെട്ട ചെറുക്കന്മാരെ കല്യാണം കഴിച്ചു പോയി. ഞാൻ അതിന് കുഞ്ഞുങ്ങളെ കുറ്റം പറയത്തില്ല, കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്ന കാര്യമില്ല. കാരണം ധാന്യം തരുന്ന സന്തോഷത്തെക്കാൾ, വീഞ്ഞ് തരുന്ന സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം നമ്മുടെ തലമുറയ്ക്ക് കൊടുത്താലുണ്ടല്ലോ, അവർ ഈ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സന്തോഷത്തിന്റെ പുറകെ പോകത്തില്ല. അതിന് ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റം പറയത്തില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് ഒരു സന്തോഷം വീട്ടിലില്ല. തന്തയും തള്ളയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പോട്ടി. തള്ള അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്ത
അടുക്കള വരത്തേയില്ല, പേടിയാ. ഇനി ചട്ടുകത്തിനെങ്ങാണ് അവള് കാച്ചി പിടിപ്പിക്കുമെന്ന് പേടിച്ച് അങ്ങേര് അടുക്കളയിൽ വരത്തേയില്ല. തന്തയ്ക്കാണെങ്കിൽ തന്തയുടെ കൂടെ കാറെ കയറാൻ തള്ളയ്ക്ക് പേടിയാ. തന്തയ്ക്ക് അടുക്കളയിൽ ഇറങ്ങാൻ പേടി. അടുക്കളയിൽ എന്തെല്ലാം മാരകായുധം ഇരിക്കുന്നത്, കറിപ്പിച്ചാത്തി, വെട്ടുകത്തി, ചട്ടുകം, പിന്നെ തീയുണ്ട്, ഗ്യാസ് ഉണ്ട്. ഈ ഇവള് വെളിവുകേട് കാണിച്ച് എന്തെങ്കിലും പിടിപ്പിക്കുമെന്ന് പേടിച്ച് അങ്ങേര് അടുക്കള ഇറങ്ങത്തില്ല. ഇനി 2, ഭാര്യ പേടിച്ച് അങ്ങേരുടെ കൂടെ കാറെ കയറുകയല്ലേ, എന്നോടുള്ള ദേഷ്യത്തിന് എവിടെയെങ്കിലും വെച്ച് കൊണ്ടുപോയി താങ്ങുമോ പേടിച്ച് അവര് കാറയിലും കയറുക. ഈ തന്തയുടെയും തള്ളയുടെയും കൂട്ടത്തിൽ വളരുന്ന പിള്ളേര് ഏത് മനസമാധാനത്തിൽ വളരും? ഇനി ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ഈ അടപ്രഥം കറി കൂട്ടി പപ്പടം പൊടിച്ച് ചോറ് കഴിച്ച് നല്ല അടപ്രഥമൻ പായസവും കുടിച്ച് ചെറിയൊരു നാരങ്ങ എടുത്ത് ഞെക്കി അതിന്റെ മണം ഇങ്ങനെ മൂക്കയിൽ പിടിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ വാട്ടുകപ്പ പിന്നെ ഉണക്കിയതും അല്ല കുതിർത്തതും കാന്താരി ഉടച്ച ചോറ് കൊടുത്താൽ, അച്ചാർ കൊടുത്താൽ, അല്ലെങ്കിൽ ചമ്മന്തി കൊടുത്താൽ കഴിക്കൂ? അവർക്ക് ഇഷ്ടപ്പെടുവോ? അടപ്രഥമൻ കൂട്ടി നല്ല ഊണ് കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പച്ചക്കപ്പ വേവിച്ചതും കാന്താരി ചമ്മന്തിയും കൊടുത്താൽ അവര് പറയുമോ ഇഷ്ടമാണ്? അവര് പറയണ ഇതിനേക്കാൾ നല്ല ആഹാരം കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങള് ഇന്ന് അന്യജാതിക്കാര് എനിക്ക് നിന്നെ സ്നേഹമാണെന്ന് പറയുമ്പോ പോകുന്നതിന്റെ കാരണം എന്താ? പണത്തെ ഞാൻ ഓടിച്ചു പറയാം. പണത്തെ സ്നേഹിക്കുന്ന തലമുറ, പിന്നെ അന്യ മതത്തിൽപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ സ്നേഹിച്ച് കർത്താവിനെ വിട്ടുപോകുന്ന തലമുറ, മറ്റ് സന്തോഷങ്ങളെക്കാൾ, ദൈവ സന്തോഷങ്ങളെക്കാൾ മറ്റ് സന്തോഷത്തിന്റെ പിന്നാലെ പോകുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് ധാന്യം തരുന്ന സന്തോഷത്തെക്കാൾ, വീഞ്ഞു തരുന്ന സന്തോഷത്തെക്കാൾ രക്ഷയുടെ വലിപ്പവും രക്ഷയുടെ സന്തോഷവും തലമുറയ്ക്ക് കിട്ടുന്നില്ല. തലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെന്തക്കോസ്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ധാന്യ സന്തോഷമല്ല, വീഞ്ഞ് സന്തോഷമല്ല, മെറ്റീരിയൽ സന്തോഷമല്ല, മെറ്റീരിയൽ ബ്ലെസ്സിംഗ് അല്ല. പെന്തക്കോസ്തിന്റെ മൂല്യം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, നിത്യതയുടെ സന്തോഷമാണ്. സഹോദരങ്ങളെ, ഏത് ധാന്യം കഴിച്ചാലും അത് അമേദ്യക്കുഴി കൊണ്ട് അവസാനിക്കും. അമേദ്യക്കുഴി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മലയാളം അറിയാവുന്ന എനിക്കറിയത്തില്ല. ശൗചാലയം, മറപ്പുര, യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മറപ്പുര. ഏത് ധാന്യം കഴിച്ചാലും മറപ്പുരയിൽ അവസാനിക്കും. ഏത് വില കൂടിയ ഉടുപ്പെടുത്താലും വേർത്താൽ നാറും. ഏത് നല്ല ചെരുപ്പിട്ടാലും തേയും. ഏത് നല്ല വീട് പണിതാലും ഭൂമി കുലുക്കം വന്നാൽ വീടും. കണ്ടോ? നമ്മുടെ വയനാടൊക്കെ കണ്ടല്ലോ. ഒരു ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ, 200 ചില്ലുവാനും പേര് മണ്ണോട് മണ്ണ് മാറി. അതുകൊണ്ട് ചെരുപ്പ് വേണ്ടെന്നല്ല, ആഹാരം വേണ്ടെന്നല്ല പറഞ്ഞത്. അതിലൊന്നും വലിയ സന്തോഷം നമ്മൾ കണ്ടെത്തണ്ട. അതൊക്കെ തന്ന ദൈവത്തെ സ്തുതിച്ചിട്ട് പറയണം, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഇത്ര വലിയ രക്ഷ, ആത്മരക്ഷ എനിക്കൊരുക്കി. ആ സന്തോഷമാണ് ഞാൻ ഇവയേക്കാൾ വലുതായിട്ട് കാണുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ ആധുനിക ലോകത്തിൽ വിഷാദം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇന്ന് പണ്ട് പെന്തിക്കോസുകാരുടെ വിഷാദ രോഗമില്ലായിരുന്നു, മരണഭയമില്ലായിരുന്നു, സംശയരോഗമില്ലായിരുന്നു, അവിശ്വാസമില്ലായിരുന്നു, ഡിപ്രഷൻ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് വസ്തുവക നഷ്ടപ്പെട്ടാൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? സമ്പത്തുകളുടെ ജോലി പോയി, ഡിപ്രഷൻ. വീട്ടിലാരോ മരിച്ചുപോയി, ഡിപ്രഷൻ. വീട്ടിലെ പട്ടി ചത്തു, ഡിപ്രഷൻ. വീട്ടിൽ വളർത്തിയ പേർഷ്യൻ പൂച്ചയത്തു, കൊച്ചിന് ഡിപ്രഷൻ. കാരണം എന്താണെന്നറിയാമോ? മരണത്തെ ജയിച്ച യേശുവിൽ സന്തോഷിക്കാൻ തലമുറയ്ക്ക് കഴിയുന്നില്ല. എന്റെ വീടിനേക്കാൾ, എന്റെ വസ്തുക്കളെക്കാൾ, എന്റെ ജോലിയേക്കാൾ വലുത് യേശുക്രിസ്തുവാണെന്നും അവനിലാണ് എന്റെ സന്തോഷം എന്ന് വന്നാൽ ജോലി പോയാൽ ആത്മഹത്യ ചെയ്യില്ല, ഡിപ്രഷൻ ഉണ്ടാകില്ല. എന്നാൽ ധാന്യത്തിൽ സന്തോഷം കണ്ടെത്തിയാൽ, വീഞ്ഞിൽ സന്തോഷം കണ്ടെത്തിയാൽ, ധാന്യമില്ലാതെ പോകുമ്പോൾ, വീഞ്ഞില്ലാതെ പോകുമ്പോൾ വിഷാദ രോഗം ഉണ്ടാകും, മരണഭയം ഉണ്ടാകും, സംശയരോഗം ഉണ്ടാകും.
എന്തുകൊണ്ടാണ് ഈ ഊസ് ദേശത്ത് ഇയ്യോബ് എന്നൊരു ഡിപ്രഷൻ രോഗി ഉണ്ടാകാഞ്ഞത്? എന്തുകൊണ്ടാണ് ഇയ്യോബ് എന്നൊരു ഡിപ്രഷൻ രോഗി ഊസ് ദേശത്ത് ഉണ്ടാകാഞ്ഞത്? എന്തുകൊണ്ടാണ്? അവൻ പറയും, എന്റെ കാളയേക്കാൾ, എന്റെ മക്കളേക്കാൾ, എന്റെ വീടിനേക്കാൾ, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ യേശുക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്ന. ഏതാ വലിയ സന്തോഷം പറയാമോ? ആ വലിയ സന്തോഷം ഞാനൊന്ന് പറയട്ടെ. എബ്രായ ലേഖനം പറയുന്നു, ഇത്ര വലിയ രക്ഷ. ആ വലിയ സന്തോഷം ഏതാ? ഇത്ര വലിയ രക്ഷ. 51 സങ്കീർത്തനത്തിൽ കാണുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഏതാണ് ആ രക്ഷയുടെ സന്തോഷം? ആ വലിയ രക്ഷയുടെ ഒരു ചെറിയ സന്തോഷമല്ല, വലിയ രക്ഷ നമുക്ക് നൽകിയത് വലിയ സന്തോഷമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളാണെങ്കിലും ഈ കെട്ടിയവരെ കൂടെ സൂക്ഷിക്കണം. ഈ കെട്ടിയവര് വരെ ഇപ്പം കെട്ടും പൊട്ടിച്ച് നടക്കുക. ഭർത്താവുള്ളവള് ഭർത്താവിനെയും കളഞ്ഞ്. തിരുവനന്തപുരത്താണെങ്കിൽ കണ്ടോ, പത്രം വഴി വായിച്ചല്ലോ, ഒരു ഡോക്ടർ, നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർ വേറൊരുത്തിയുടെ ഭർത്താവിനെ സ്നേഹിച്ചു. ലാസ്റ്റ് അവക്കിട്ട് എയർഗൺ വെച്ച് വെടിയും കൊടുത്തു. ഇന്ന് കെട്ടിയവരെ വരെ സൂക്ഷിക്കണം. അപ്പൊ പിന്നെ കെട്ടാത്ത പിള്ളേരെ പറയണോ? കെട്ടിയവര് തന്നെ എടംപിരി, വലംപിരി, രാമച്ചം, പെരിഞ്ചീരകം എന്നും പറഞ്ഞ് അവര് നിൽക്കുക. അപ്പം പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ? അപ്പം ഞാൻ ശാന്തമായിട്ട് 2 കാര്യങ്ങൾ പറയാം. നമ്മുടെ ലോകം തരുന്ന സന്തോഷം ഞങ്ങൾ വേണ്ട, നമുക്ക് വേണ്ട എന്ന് നമ്മൾ വെക്കുന്നത് 1. 2, ചേർച്ചയല്ലാത്ത സ്നേഹങ്ങൾ എന്നോട് വേണ്ട എന്ന് പറയുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാ, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് പപ്പടമില്ലാത്ത കഞ്ഞി പോലെ, വട്ടില്ലാത്ത സോഡ പോലെ എന്നൊക്കെ പറയുമ്പം ഓടി വെച്ചേ പോന്ന് പറയാൻ, അല്ലെങ്കിൽ പോടാ ചെറുക്ക എന്ന് പറയണമെങ്കിൽ കാൽവരി ക്രൂശിലെ യേശുവിന്റെ സ്നേഹം രുചിച്ചറിയവരും ഏത് സന്തോഷം കൊണ്ട് നമ്മളെ നെച്ചു നീട്ടിയാലും യേശു ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷം എത്ര വലിയതാണെന്ന് തിരിച്ചറിയുന്നവര് അരുതാത്ത സന്തോഷങ്ങളിലേക്ക് പോകില്ല, അരുതാത്ത സ്നേഹത്തിലേക്ക് പോകില്ല. പെന്തിക്കോസിന്റെ സന്തോഷം, ദൈവസഭയുടെ സന്തോഷം, സ്നേഹം യേശു ക്രിസ്തുവിലാണ്. സ്നേഹം യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രമോദം. യേശു ക്രിസ്തുവിലുള്ള ആ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. വേറൊരു സന്തോഷത്തിന് നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല. വേറൊരു സ്നേഹത്തിന് നമ്മുടെ സ്ഥാനമില്ല. വേറൊരു സ്നേഹം നമ്മളെ മാറി വിളിക്കുമ്പോൾ പറയണം, ഞാൻ ഇതിനേക്കാൾ വലിയ സ്നേഹം അനുഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിന്റെ ഈ ചെറിയ സ്നേഹത്തിന് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഏടാകൂടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നത്, നമ്മുടെ കുടുംബജീവിതം ധന്യകരമാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി തന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ആ കാര്യത്തിലോ. ഓക്കെ, ഇതേ സന്തോഷം ഈ സങ്കീർത്തനം 1-2 കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പഠിപ്പിക്കുക. 1, അവിടെ പറയാണ്, എനിക്ക് നീതിയാഗം അർപ്പിക്കണം. നീതിയാഗം അർപ്പിക്കണമെന്ന് അതേ സങ്കീർത്തനം. ഞാൻ ഈ സങ്കീർത്തനം പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പിന്നെ ചിന്തിച്ചുകൊള്ളുക. എനിക്ക് നീതിയാഗം അർപ്പിക്കണം. 2, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നു. 3, ഇതെല്ലാം കഴിഞ്ഞേച്ചേ, കേട്ടോണേ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം കഴിഞ്ഞേച്ച് നീ ഉറങ്ങാൻ പോകുമെന്ന്. സമാധാനത്തോടെ നിനക്ക് കിടന്നുറങ്ങണമെങ്കിൽ മര്യാദക്ക് ജീവിച്ചോണം. അവിടെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ചിലര് ചിന്തിക്കും 2 നില വീട്ടിൽ AC റൂമിനകത്ത് കിടന്നുറങ്ങുന്ന ഉറക്കത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അല്ല. കർത്താവിൽ നിനക്ക് നിദ്ര കൊള്ളണോ ക്രിസ്ത്യാനി? ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, നിനക്ക് സമാധാനത്തോടെ ശവപ്പെട്ടിക്കകത്ത് കയറണോ? സമാധാനത്തോടെ നിനക്ക് കർത്താവിൽ നിദ്ര കൊള്ളണോ? നീ മര്യാദക്ക് ജീവിക്കണം. ഞാൻ സമാധാനത്തോടെ നിന്റെ മരണക്കിടക്കലുണ്ടല്ലോ, നീ ഡിപ്രഷൻ പിടിച്ച് കൈയും കാലും ഇട്ട് അടിച്ച് ഹോം നേഴ്സിന്റെ പള്ളക്കിട്ട് തൊഴിയും കൊടുത്ത്, ഹോം നേഴ്സിന്റെ പള്ളക്കിട്ട് തൊഴി, അപ്പച്ചന് വെളിവില്ലാതെ ഒരൊറ്റ തൊഴി ഹോം നേഴ്സിന്റെ പള്ളക്കിട്ട്
കട്ടിലേന്ന് മറിഞ്ഞടിച്ച് നിലത്ത് വീഴുക രാത്രി കടന്ന് ഊരുണ്ടടിച്ച് ഉറക്കമില്ല. കട്ടിലേന്ന് മറിഞ്ഞ് താഴെ കിടക്കുന്ന പിള്ളേര് പ്രാഗിക്കൊണ്ടെടുത്ത് കട്ടിലിടുന്നു. ലാസ്റ്റ് കട്ടിലിന്റെ ക്ലാസിയെ പിടിച്ച് നനഞ്ഞ തുണി കൊണ്ട് കട്ടിലെ കാലെ പിടിച്ച് അപ്പച്ചന്റെ കാല് കെട്ടി പിള്ളേര് കിടന്ന് പ്രാർത്ഥിക്കുക, എങ്ങനെയും കടന്ന് നരയിക്കാതെ ഈ സാധനം ശരീരം വിട്ടു പോണേ. Praise the Lord. Hallelujah. എന്നാൽ ഭക്തൻ എങ്ങനെ മരിക്കണം? ശിമയോൻ യേശുവിനെ കരങ്ങളിലെടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന, വായിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 80 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു അപ്പച്ചൻ യേശുവിനെ കരങ്ങളിൽ എടുത്തിട്ട് പറയുന്ന വാക്ക് കണ്ടോ? ഇപ്പോൾ എന്നെ തിരുവെഴുത്തിൻ പ്രകാരം സമാധാനത്തോടെ അയക്കണമേ. സഹോദരങ്ങളെ സമാധാനത്തോടെ നമ്മുടെ മരണക്കിടക്ക നമുക്ക് തള്ളി നീക്കാൻ കഴിയുമോ? സമാധാനത്തോടെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എവിടെ? ഏത് ബെഡ്റൂമാന്ന് കേൾക്കണോ? സമാധാനത്തോടെ കിടന്നുറങ്ങേണ്ട ബെഡ്റൂം ഏതാന്ന് കേൾക്കണോ? മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ മണ്ണിലുറങ്ങാൻ വിടും. ഇന്ന് സപ്രപഞ്ച കട്ടിലേ കിടക്കുന്ന നിന്നെ, ദിവാൻ കോട്ട് കട്ടിലേ കിടക്കുന്ന നിന്നെ, AC റൂമിൽ കിടക്കുന്ന നിന്നെ കേവലം 10,000-2,000 രൂപ വില വരുന്ന പെട്ടിക്കകത്ത് കയറ്റി, മൂക്കി 2 പഞ്ഞിയും കയറ്റി, കീത്താടിക്ക് മേളോട്ടൊരു കെട്ടും കെട്ടി ബെഡ്റൂമിലേക്ക്, ശവക്കുഴി എന്ന ബെഡ്റൂമിലേക്ക് നിന്നെ യാത്ര അയക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്ന് എങ്ങനെ കിടക്കണം? സമാധാനത്തോടെ മരിച്ച് സമാധാനത്തോടെ വിശ്രമിക്കാൻ പോകാൻ കഴിയണമെങ്കിൽ കണ്ടോ, 1 നീതിയാഗം അർപ്പിക്കണം. സഭായോഗത്തിന് വരുന്നവരെ പാപം ചെയ്യാതൊക്കെ ജീവിക്കണമെന്ന് ഞാനത് പറയാൻ പോവാ. ഓരോന്നായിട്ട് കേട്ടോണം. എന്നിട്ട് അത് ക്രോഡീകരിക്കാം. അതുകൂടെ പറഞ്ഞ് ഞാൻ 9:15 നിർത്തണം. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങള്, നിങ്ങൾക്ക് ദൈവവചന ചിന്തകൾ കേൾക്കാൻ തുടർന്ന് നിങ്ങൾ ചെവിയും ഹൃദയവും സമർപ്പിച്ച് ഇതിനുള്ള ക്രമീകരണം ചെയ്താൽ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാം. എനിക്ക് എന്തായാലും സമയം സൂക്ഷിക്കണമല്ലോ. പ്രിയ കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ 1-2 കാര്യം പറയാൻ പോവാ. നിങ്ങൾക്ക് സഭയിൽ വരാം. നിങ്ങൾ ഞായറാഴ്ച സഭയിൽ വരുന്നുണ്ട്. നീതിയാഗമാണോ അർപ്പിക്കുന്നേ? നിങ്ങളുടെ യാഗം എങ്ങനുണ്ട്? സഹോദരനോട് പിണങ്ങിയായിരിക്കുന്നെങ്കിൽ നിന്റെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്ത കള്ളിയും യാഗം കഴിക്കാൻ സഭയ്ക്കകത്ത് വരിക. അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കയില്ല, മരുമോക്ക് സൗകര്യം കൊടുക്കത്തില്ല, അയലോക്കുകാരുമായി പിണക്ക്, സഭയിൽ വരുന്നവർ തമ്മിൽ ചിലർ മിണ്ടുന്നില്ല, സഹോദരന് ഇടർച്ച വരുത്തുന്നു, ക്ഷമിക്കുന്നില്ല, സഹിക്കുന്നില്ല, പൊറുക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതിന് വരിക? യാഗം കഴിക്കുക. കർത്താവ് പറഞ്ഞെന്താ? നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ ആ യാഗവസ്തു അവിടെ വെച്ചിട്ട് അവനോട് ആദ്യം നിരക്ക്. അമ്മായിയമ്മയോട് നിരക്ക്, ആങ്ങളയോട് നിരക്ക്, ഭർത്താവിനോട് നിരക്ക്, മാതാപിതാക്കന്മാരോട് നിരക്ക്, ക്ഷമിക്ക്, സഹിക്ക്. നീ സഭയ്ക്കകത്ത് വന്ന് യാഗം കഴിക്കാൻ വരും. നിന്റെ യാഗം നീതിയാഗമാണോ? ആ യാഗത്തിൽ നീതിയുണ്ടോ? കരുണയുണ്ടോ? അപ്പം നീതിയാഗം കഴിക്കണം. 2 നീതിയാഗം കഴിക്കണം. 2 മെറ്റീരിയൽ സന്തോഷമല്ല, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ആ രക്ഷയുടെ വലിയ സന്തോഷം, വലിയ രക്ഷ, വലിയ സമാധാനം, വലിയ സന്തോഷം, രക്ഷയുടെ വലിയ സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കണം. 2. 3 അങ്ങനെ ജീവിച്ച് നീ കർത്താവിൽ നിദ്ര പ്രാപിച്ച് കല്ലറയാകുന്ന ബെഡ്റൂമിൽ സമാധാനത്തോടെ കിടന്നുറങ്ങണം. കണ്ടോ? ഇങ്ങനെ ജീവിക്കേണ്ട വണ്ണം ജീവിച്ച് സമാധാനത്തോടെ കട്ടിലേ കിടന്ന് മരിക്കണം. നിന്റെ മരണക്കിടക്ക കണ്ടാൽ പറയണ ഒരു ദൈവ വൈതലിന്റെ മരണക്കിടക്ക എത്ര അനുഗ്രഹമാണ്. അങ്ങനെ നീ ബെഡ്റൂം, കല്ലറയാകുന്ന ബെഡ്റൂമിലേക്ക് സമാധാനത്തോടെ പ്രവേശിക്കണം. അതിന് 1-2 കാര്യങ്ങള് സഭയുടെ മൂല്യം എന്താണെന്നൂടെ പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം.
എന്ത് ചെയ്യണമെന്നറിയാമോ? അതിലൊന്നാമത്തെ കാര്യം കേട്ടോണം. മനുഷ്യനാലുള്ള മാന്യതയ്ക്ക് വില കൊടുക്കാതെ ദൈവത്താലുള്ള മാനത്തെ സൂക്ഷിക്കണം. നമ്മള് ഇന്ന് ഓർത്ത് നോക്കി, നമുക്ക് ദൈവത്താലുള്ള മാന്യതയ്ക്കാണോ നമ്മൾ വില കൊടുക്കുന്നത്? സഹോദരങ്ങളെ, എത്ര പേർക്ക് പറയാൻ കഴിയും? നിങ്ങൾ കല്യാണ വീട്ടിൽ പോയാൽ നിങ്ങള് മനുഷ്യനാലുള്ള മാനത്തിനാണോ അവിടെ വില കൊടുക്കുന്നത്? ദൈവത്താലുള്ള മാനം. നിങ്ങൾ വാഹനത്തെ കയറുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, നിങ്ങൾ പള്ളി വരുമ്പോൾ, നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മഹത്വമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന മനുഷ്യന്റെ പുറംമൂച്ച് മാനത്തിനാണോ നിങ്ങൾ വില കൊടുക്കുന്നത്? മാനം നിങ്ങൾ തന്നെ, ഞാൻ പ്രസംഗിക്കുന്ന ഞാനും എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളും നമ്മളൊന്ന് സ്വയം വിലയിരുത്തിക്കേ. നമ്മുടെ വസ്ത്രം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ആഭരണം ധരിക്കുന്ന ആരെ കാണിക്കാന്? സത്യത്തിൽ നമ്മൾ ദൈവത്താലുള്ള മാനത്തിനാണ് വില കൊടുക്കുന്നതെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കത്തില്ല. കാരണം ദൈവം അതിന് വില കൊടുക്കുന്നുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് ആഭരണം ധരിക്കുന്നത്? മനുഷ്യൻ നോക്കിയ കഴുത്ത് പറിച്ച് കാതും ഒന്നുമില്ല, എങ്ങനെ ഫോട്ടോയ്ക്ക് നിൽക്കും? ബന്ധുക്കളൊക്കെ ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോ അവരുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നത് വേണ്ട, കണ്ടോ? അപ്പൊ ഏതിന് വില കൊടുത്തു? ഇനിയും നമ്മൾ തന്നെ വസ്ത്രം ധരിക്കുമ്പോ പലപ്പോഴും നമ്മുടെ വസ്ത്രധാരണം ലോകത്തോട് അനുരൂപപ്പെടുന്നത് എന്തുകൊണ്ടാ? നമ്മൾക്കറിയാം നഗ്നത കാണിക്കുന്നത് പാപമാണ്. യേശു നഗ്നത ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴും നമ്മള് ഒരുമാതിരി അപ്പി പാൻറ്റും ഇല്ലേ, കുമ്പളത്തി പശു നക്കിയതുപോലെ തലമുടിയൊക്കെ വെട്ടി, കുമ്പളത്തി പശു നക്കിയതുപോലെ തലമുടി വെട്ടി, ചിലരാണെങ്കിൽ ചില സ്ത്രീകളാണെങ്കിൽ മുടി ഇല്ലെങ്കിൽ തിരിപ്പൻ വരെ വെച്ച് കെട്ടും. ഈ തിരിപ്പൻ വെച്ച് കെട്ടുന്നത് എന്തിനാ? ആര് പറയണം, ഭയങ്കര മുടിയാണല്ലോ മച്ചാനെ, ഇതെന്തൊരു മുടിയാ എന്ന് പറയണം. വല്ല റോസക്കമ്പിന്റെ അടിയിൽ കൂടെ എങ്ങാനും പോകുന്ന വഴി ഈ തലമുടി എവിടെങ്ങാനും ഉടക്കിയാൽ തിരിപ്പൻ അഴിഞ്ഞ് എവിടെ ഇരിക്കുന്ന കാണാം, റോസക്കമ്പയിൽ ഇരിക്കുന്ന കാണാം, കൊള്ള മാനവും പോകും. ഈ നമ്മൾ തന്നെ നമ്മുടെ വാഹനം നമ്മൾ വില കുറഞ്ഞ ഉപയോഗിക്കാത്തത് വില കൂടി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വില കുറഞ്ഞെടുത്താലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ കടവില്ലാതെ, ഗവൺമെന്റ് കടവില്ലാതെ, മൂക്കുകൊണ്ട് ഇച്ഛ എഴുതാതെ നമുക്ക് കാർ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കടക്കയറ്റിയാലും വലിയ കാർ എടുക്കുന്നത് എന്തിനാ? മറ്റുള്ളവരുടെ കാറിനിടെ കൊണ്ടുപോയി ഇത് തിരികെ ഇടുമ്പോ ഇതിനൊരു ആൾക്കാർ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ വസ്ത്രധാരണം, ആഭരണം, ഭക്ഷണം, കാറ്, വീട്, എല്ലായിടത്തും നമ്മൾ ദൈവത്തിന്റെ പുകഴ്ചയല്ല പലപ്പോഴും ആഗ്രഹിക്കുന്നേ, മനുഷ്യന്റെ സെറ്റപ്പിൽ കിടപിടിക്കാൻ. അവനോട് നമ്മൾ എന്ത് ചെയ്യണം? കിടപിടിക്കണം. ആ മനസ്സൊക്കെ ഒന്ന് ഇടിക്കണേ കേട്ടോ. ആ മനസ്സൊക്കെ ഒന്ന് ഇടിച്ചാ ഉണ്ടല്ലോ കള്ളക്കടം മേടിക്കാതെ ജീവിക്കാം. ആ മനസ്സങ്ങോട്ട് മാറിയാ ഉണ്ടല്ലോ നമുക്ക് താഴ്മയുള്ളവരായിട്ട് ജീവിക്കാം എന്ന് ഞാൻ പറയുന്നു. അത്രയും പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. മാനം. അടുത്തത് മായ. കണ്ടോ? ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ സോണി പാസ്റ്ററെ? അവരൊന്ന് കേട്ടോട്ടെ. ആ സങ്കീർത്തനം 4 അല്ലയോ പുരുഷന്മാരെ നിങ്ങൾ എന്റെ മാനത്തെ, അവിടെ തുടർന്ന് വായിച്ചേ. അല്ലയോ പുരുഷന്മാരെ, അവിടെ തുടർന്ന്. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. മതി അവിടെ നിൽക്കുന്നത് കണ്ടോ? മായയും വ്യാജവും. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ഒരാള് ഈ മായയെ ഇഷ്ടപ്പെടുന്നവനെല്ലാം വ്യാജം കാണിക്കേണ്ടി വരും. മായയെ ഇച്ഛിക്കുന്നവർക്കെല്ലാം വ്യാജ വഴി തിരഞ്ഞെടുക്കണം. ഈ സൗന്ദര്യം മായയല്ലേ? സങ്കീർത്തനത്തിൽ സഭാപ്രസംഗിയിലൊക്കെ കിടപ്പുണ്ട്, സൗന്ദര്യം മായയാണ്. അപ്പൊ കല്യാണം കഴിച്ച ഒരു പെണ്ണും ചെറുക്കനും അവന്റെ ഭാര്യ ഇച്ചിരി സൗന്ദര്യം കുറഞ്ഞു വന്നിരിക്കട്ടെ, പല്ല് 2 അടി ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുക. അപ്പൊ അവക്ക് അത്ര സൗന്ദര്യം ഇല്ല. അവൻ ജോലിക്ക് പോകുന്നിടത്ത് ഒരു പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കുമ്പോ അവക്ക് സൗന്ദര്യമുണ്ട്. അവൻ ആ സൗന്ദര്യത്തിന്റെ പുറകെ പോകുമ്പോൾ, അവളുടെ മായയായ സൗന്ദര്യത്തെ ഇച്ഛിക്കുമ്പോൾ, ഇഷ്ടപ്പെടുമ്പോൾ അവൻ എന്ത് കാണിക്കേണ്ടി വരും? വ്യാജം കാണിക്കേണ്ടി വരും. ഇല്ലേ? ഞാൻ പറയാം, അത് സിമ്പിൾ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ
സഹകരണം കുറവ്, അല്ലെങ്കിൽ സൗന്ദര്യം കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ട്. അതിന്റെ ബലഹീനതയിൽ അവൾ വേറൊരു പുരുഷനെയോ വേറൊരു സ്ത്രീ ആഗ്രഹിച്ചു പോയാൽ പിന്നെ കുടുംബജീവിതത്തിൽ വ്യാജമാ, മൊത്തം പിന്നെ വ്യാജമാ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വ്യാജത്തിൽ, അതിന്റെ കോള് വന്നാൽ എടുക്കുന്നത് വ്യാജം. ഇല്ലേ? ചിലയിടത്താണെങ്കിൽ ചില കോള് വരുമ്പോ വീട്ടിനകത്ത് റേഞ്ച് പോലും ഇല്ലെന്നാ പറയുന്നത്. ചില കോളുകൾ വരുമ്പോ വീട്ടിൽ റേഞ്ച് ഇല്ല, പിന്നെ രണ്ടു നിലയുടെ മണ്ടയ്ക്ക് കയറിയാലേ പറ്റുള്ളൂ. അപ്പൊ എന്താ, അത് വ്യാജമല്ലേ? ആ കോള് വ്യാജമല്ലേ? ആ മെസ്സേജ് വ്യാജമല്ലേ? ഇനി ഒരാള് പണത്തെ സ്നേഹിക്കുക, പണം മായയാണ്. അതിനെ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? പല വ്യാജങ്ങൾ കാണിക്കേണ്ടി വരുന്നു. ബിസിനസ്സിൽ വ്യാജം, ക്രയവിക്രയങ്ങളിൽ വ്യാജം, വസ്തുവക വിറ്റെടുത്താൽ വ്യാജം. കണ്ടോ? മായിച്ചിച്ച് വ്യാജത്തെ അന്വേഷിക്കുന്ന തലമുറ നടുങ്ങു. അവിടെ തൊട്ട് താഴോട്ടൊന്ന് വായിച്ചേ, താഴോട്ട് വായിച്ചേ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. കണ്ടോ, കണ്ടോ? നടുങ്ങുവീൻ, നടുങ്ങുവീൻ. സഭയിലെ അംഗങ്ങൾ, ഞാനൊന്ന് പറയാം, ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ, ഞാനൊന്ന് പറയാൻ പോവാണ്. ആ സങ്കീർത്തനം, നീതിയാഗങ്ങളെ അർപ്പിക്കുന്നവരെ, സഭായോഗത്തിൽ കൂടുന്നവരെ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരെ, സമാധാനത്തോടെ കല്ലറയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരെ, സമാധാനത്തോടെ കല്ലറയിലേക്ക് പ്രവേശിക്കാൻ, ഉറങ്ങാൻ, കർത്താവിൽ നിദ്ര പ്രാപിച്ച് സമാധാനത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, രക്ഷയുടെ സന്തോഷം നീ അനുഭവിച്ച് നുകർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സഭായോഗത്തിൽ നീതിയായി ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നടുങ്ങുവീൻ, പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഏത് രാജ്യത്തിൽ എന്നാലും പാപത്തിന്റെ ശമ്പളം മരണമാകുഞ്ഞേ. ഏത് രാജ്യത്തും പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇനി ഒരു രഹസ്യം കൂടെ പറയാൻ കേട്ടോണം. പാപത്തിന് രസമുണ്ട് കേട്ടോ. ഏത് പാപം ചെയ്താലും രസമുണ്ട്. ഏത് പാപത്തിനകത്ത് സന്തോഷമുണ്ട്. ഏത് പാപത്തിലും ഒരു ചെറിയ സന്തോഷമുണ്ട്. ഏത് പാപത്തിനും ഒരു ചെറിയ രസമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിച്ചു കേട്ടിട്ടുണ്ടോ പാപത്തിന് സമാധാനം ഉണ്ടെന്ന്? ഒരൊറ്റ വാക്യം കാണിച്ചാലോ പാപത്തിന് സമാധാനമുള്ളതായിട്ട്? ഒറ്റ വാക്യം. പാപത്തിന്റെ പ്രസന്റ് ടൈമിലോ, പാപത്തിന് വേണ്ടിയുള്ള ഫ്യൂച്ചർ ടൈമിലോ, പാപത്തിന് വേണ്ടിയുള്ള ഭൂതകാല അവസ്ഥയിലോ സമാധാനമില്ല. പാപം ചെയ്താൽ സമാധാനമില്ല. പാപം ചെയ്യാനുള്ള ഒരുക്കത്തിൽ സമാധാനമില്ല. പാപത്തിന്റെ വർത്തമാനകാല ജീവിതത്തിലും സമാധാനമില്ല. പാപത്തിന് രസമുണ്ട്, പാപത്തിന് സന്തോഷമുണ്ട്, പക്ഷെ പാപത്തിന് സമാധാനമില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ വീണ്ടും ഓർപ്പിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? സഭയിൽ പോകുന്ന വ്യക്തിയാണോ? നീതിയാഗം അർപ്പിക്കാൻ സഭയിൽ പോകുന്ന വ്യക്തിയാണോ? സമാധാനത്തോടെ മരിച്ച് കല്ലറയിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? രക്ഷയുടെ സന്തോഷം നിന്റെ ഹൃദയത്തിൽ നീ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു? ഒറ്റ വഴിയേ ഉള്ളൂ, പാപം ചെയ്യരുത്. സഭ പാപം ചെയ്യാത്തവരുടെ ഗ്രൂപ്പാണ് സഭ. പാപത്തോട് പോരാടുന്നവരുടെ ഗ്രൂപ്പാണ് സഭ. പാപം ഒഴിഞ്ഞു ജീവിക്കുന്നവരുടെ ഗ്രൂപ്പാണ് സഭ. വിശ്വസിക്കുന്നവരുടെ ഗ്രൂപ്പ് മാത്രമല്ല സഭ. വിശ്വസിച്ച് സ്നാനപ്പെട്ട് ജീവന്റെ പുതുക്കത്തിൽ അനുസരണയോടെ നടക്കുന്നവരുടെ ഗ്രൂപ്പാണ് സഭ. അനുസരണയോടെ നടക്കുന്നവരുടെ ഗ്രൂപ്പാണ് സഭ. നടുങ്ങുവീൻ, പാപം ചെയ്യരുത്. ഒരു നടുക്കം വേണം. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം എന്താണെന്നറിയാമോ? നടുക്കമില്ല. പാപം, വ്യഭിചാരം, പരസംഗബന്ധം, മോഷണം, ചതി, വ്യാജം, മായയെ സ്നേഹിക്കുക, ലോകത്തോട് അനുരൂപപ്പെടുക, ഒന്നിലും എന്തില്ല, ഒരു നടുക്കമില്ല. അയ്യോ ഇത് ചെയ്താൽ, അയ്യോ അത് പറഞ്ഞാൽ, അയ്യോ ഞാൻ അങ്ങനെ പോയാൽ, ഒരു നടുക്കമില്ല. ഇന്ന് പലർക്കും നടുക്കമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഇലക്ട്രിക് കമ്പിയെ തൊടാത്ത എന്തുകൊണ്ടാ? നടുങ്ങും. ആ കമ്പിയുടെ അടുക്ക ചെല്ലുമ്പോഴേ നടുക്കം ഉണ്ടാവും. അയ്യോ, തൊട്ടാ കരിയും. തീയോട് അടുക്കുമ്പോൾ പേടിയാ, തൊട്ടാൽ കത്തും, തൊട്ടാൽ കരണ്ട് അടിക്കും. ആനയെ കാണാൻ രസമല്ലേ? കേരളത്തിലൊക്കെ വരുമ്പോഴെങ്കിലും നിങ്ങൾ ആനയെ കാണുമല്ലോ. എന്താണ് തൊട്ട് കളിക്കാൻ ചെല്ലാത്ത? അടുത്തോട്ട് നല്ല കൊമ്പ്, നല്ല കാല്, നല്ല വാലാണെന്ന് പറഞ്ഞ് എന്താണ് ആരും ആനയെ ചെന്ന് കെട്ടിപ്പിടിക്കാത്തത്? എടുത്ത് നിലത്തിട്ട് ചവിട്ടി തൂത്തുകളയും. അപ്പൊ അതിന് പറഞ്ഞ പേരാണ്, ആനയോട് ഇഷ്ടമാണെങ്കിലും അടുക്കാത്തത് എന്താ? നടുക്കം. നടുക്കം അല്ലേ? കൊമ്പനാനയോട് തൊട്ട് കളിക്കാൻ ചെല്ലാത്ത നടുക്കം കൊണ്ടാ. ഇലക്ട്രിക് കമ്പിയോട് അടുക്കാത്ത നടുക്കം കൊണ്ടാ. കത്തി ജ്വലിക്കുന്ന തീയോട് കുഞ്ഞു കളിക്കാൻ പോകാത്ത നടുക്കം കൊണ്ടാ. പാപം പാപം നടുങ്ങുവീൻ, പാപം ചെയ്യാം. അപ്പൊ നടുക്കമുള്ളവർക്ക് ഏത് ചെയ്യാതിരിക്കാൻ പറ്റൂ? പാപം ചെയ്യാതിരിക്കാൻ പറ്റൂ. എന്തിനാ നടുക്കുന്നേ? പാപം ചെയ്യാതെ ജീവിക്കുന്ന എന്തിനാ? അയ്യോ, എനിക്ക് സമാധാനത്തോട് ഇവിടുന്ന് യാത്ര അയക്കപ്പെടണം, എനിക്ക് എന്റെ ശവക്കല്ലറ എന്ന ബെഡ്റൂമിൽ സമാധാനത്തോടെ കിടന്നുറങ്ങണം, രക്ഷയുടെ സന്തോഷം എനിക്ക് അനുഭവിക്കണം. അയ്യോ, എനിക്ക് ഞായറാഴ്ച നീതിയോടെ സഭായോഗത്തിൽ കൂടണം, നീതിയാഗം എനിക്ക് കഴിക്കണം, എന്റെ ദൈവത്തെ എനിക്ക് സമാധാനത്തോടെ എതിരേൽക്കണം, വിശുദ്ധിയോടെ എനിക്ക് സഭായോഗം കൂടണം. അതുകൊണ്ട് നടുങ്ങുവീൻ, പാപം ചെയ്യരുത്. പാപത്തെ എതിർക്കുന്നവൻ മായയെ ഇച്ഛിക്കരുത്, മായയെ സ്നേഹിക്കരുത്. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാരൊക്കെ പാടി, മായയിമ്പം വിടുന്നേ എന്റെ ലോക സുഖങ്ങളെല്ലാം, നായകനാമെന്റെ മന്നനെയോർത്തുതാൻ തൻ തിരുനാമത്തിനായി. മായ, ഇമ്പം, ഷൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. നടുങ്ങുവീൻ, പാപം ചെയ്യരുത്. ആ വാക്യം വായിച്ചേ, നടുങ്ങുവീൻ. അവിടെ തൊട്ടതായിട്ട് വായിച്ചേ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. മതി. അവിടെ കിടക്ക കണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിതം പങ്കിടുന്ന സ്ഥലമാണ് കിടക്ക. അതുകൊണ്ടാണ് എബ്രായലേഖനക്കാരൻ പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും, വിവാഹാനന്തര ജീവിതം ആ മാന്യത പുലർത്തണം. വിവാഹത്തിന്റെ മാന്യത, വിവാഹാനന്തര ജീവിതം പുലർത്തണം. വിവാഹത്തിൽ ഏതാ? വിവാഹം എന്ന് പറയുമ്പോൾ ഒരു ദിവസമാണ്. ആ ദിവസം ഒരു 2 മണിക്കൂർ കൊണ്ട് വിവാഹം കഴിയും. അത് മാത്രമാണോ മാന്യത? 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ മുടക്കി വീഡിയോ പിടിച്ചതാണോ മാന്യത? പ്ലേറ്റിന് 1500 രൂപ വില വരുന്ന പ്ലേറ്റിന് ആഹാരം കൊടുത്തതാണോ വില മാന്യത? എങ്ങാണ്ടൂന്ന് വാടകയ്ക്കെടുത്ത ഒരു കോട്ടിട്ടുണ്ട് ആരാണ്ട തല വെട്ടി ഒരു ഫോട്ടോയും വെച്ച് കുറി അടിച്ചതാണോ മാന്യത? ജീവിതത്തിൽ ഇന്ന് പെന്തിക്കോസുകാർ ഇടുന്ന പല കല്യാണ കോട്ടും അവര് ജന്മത്തിൽ കണ്ടതല്ല. ഈ സ്റ്റുഡിയോക്കാര് വെട്ടി തല വെച്ച് ആരാണ്ട നടന്മാരുടെ ഫോട്ടോയൊക്കെ വെച്ച് അടിക്കുന്നത്. ആരാണ്ട തല വെട്ടി ഒരു കോട്ട് വെച്ച് ആ കോട്ടെ തല വെച്ചതാണോ മാന്യത? 1500 രൂപ പ്ലേറ്റിന് വില വരുന്ന ശാപ്പാട് കൊടുത്തതാണോ മാന്യത? 5 ലക്ഷം രൂപയുടെ ക്യാമറ പിടിച്ചതാണോ മാന്യത? 4 ലക്ഷം രൂപ മുടക്കി വീഡിയോ കോച്ച് വണ്ടിയെ പോയതാണോ മാന്യത? മാന്യതയല്ല. ഇതൊക്കെ നല്ലതാണ്, അതൊക്കെ ഉപയോഗിച്ചോ കുഴപ്പമില്ല. പക്ഷെ വിവാഹം എല്ലാവർക്കും മാന്യത എന്ന് പറയുന്നത് ഇത് ദൈവമാണ് കൂട്ടി യോജിപ്പിച്ചതെന്നുള്ള ബോധ്യതയോടെ വിവാഹാനന്തര ജീവിതം ആ മാന്യത കാത്തു സൂക്ഷിക്കണം. കേരളത്തിൽ മാത്രമല്ല, ഏത് രാജ്യത്ത് എന്നാലും വിവാഹം മാന്യമാണ്. ഏത് രാജ്യത്തും വിവാഹം നടത്തുന്നത് ദൈവമാണ്. ഏത് രാജ്യത്തും കിടക്ക നിർമ്മലമായിരിക്കണം. അല്ലാതെ കേരളത്തിൽ റാന്നി, കരികുളം, കക്കുടുമണ്ണ്, പത്തനംതിട്ട, അടൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ കിടക്ക നിർമ്മലമായിരിക്കട്ടെ. എറണാകുളം, തിരുവനന്തപുരം, ബാംഗ്ലൂര്, കൽക്കട്ട, കാലിഫോർണിയ, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ കിടക്ക എങ്ങനെയും ആകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടോ?
മോനെ, കിടക്ക എല്ലായിടത്തും മാന്യമായിരിക്കണം. ഇല്ലെങ്കിൽ ഏത് രാജ്യത്ത് കടന്നാലും നീ അതിന്റെ ചുട്ടയടി മേടിക്കേണ്ടി വരും. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കണം. വ്യഭിചാരികളെയും പരസംഗക്കാരെയും ദൈവം ശിക്ഷിക്കും. അത് ഏത് രാജ്യത്താണെങ്കിലും നീ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരും നിന്നെ സഹായിക്കാൻ കാണില്ല. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. ഞാൻ നിങ്ങളെ കീറിക്കളയും. വെടിവെപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ഒരു രാജ്യക്കാരനും കാണത്തില്ല, ഒരു പത്രാസും കാണുകയില്ല, ഒരു ഡോക്ടറും കാണുകയില്ല, ഒരു വക്കീലും കാണുകയില്ല, ഒരു ധനത്തിനും പറ്റിയല്ല. ദൈവം അടിക്കാൻ തൊട്ടാൽ അത് ശിക്ഷ മേടിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കിടക്ക നിർമ്മലമായിരിക്കണം. അലേർട്ട്. നിങ്ങളുടെ വിശുദ്ധി കണ്ടു വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അയ്യോ കുടുംബജീവിതം ഇത്ര പരിപാവനമാണോ എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ കിടക്കയിലെ ഡിസിപ്ലിൻ കണ്ടാണ്. അതുകൊണ്ട് കിടക്ക മലിനമാകാതെ സൂക്ഷിക്കണം. കിടക്കയിൽ പാപമുണ്ടാകരുത്. കിടക്ക എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ. എന്തിനു വേണ്ടി? എനിക്ക് നീതിയാഗം കഴിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് മായ ഇച്ഛിക്കാത്തത്? എനിക്ക് വ്യാജം ചെയ്യാൻ വയ്യേ. എനിക്ക് വ്യാജം ചെയ്യാൻ വയ്യ. അതിന് നാട്ടുഭാഷ പറയത്തില്ലേ, കക്കാൻ പഠിച്ചാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? പറഞ്ഞേ, ബാക്കി പറ. ഓണാക്കി പറ. ഓണാക്കി പറ. എല്ലാവരും എന്തിനോട് പഠിക്കണം? നിൽക്കാൻ പഠിക്കണം. അപ്പൊ നിൽക്കാൻ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാതിരുന്നാ മതി? അതുപോലെ നിനക്ക് വ്യാജം ചെയ്യാതെ ജീവിക്കണോ? വ്യാജം ചെയ്യാതെ ജീവിക്കണോ? നീ മായ ഇച്ഛിക്കാതെ ജീവിച്ചാൽ മതി. മായയെ ഇഷ്ടപ്പെടരുത്. മായയെ സ്നേഹിക്കാൻ പോയാൽ കിടക്ക മലിനമാകും. പാപം ചെയ്യേണ്ടി വരും. പാപം ചെയ്തേച്ച് ഒരു ഇച്ചിരി പച്ചവെള്ളം എടുത്ത് കുളിച്ച് സോപ്പ് ഇട്ട് കഴിയേച്ച് സഭായോഗത്തിന് വരേണ്ടി വരും. അതുകൊണ്ട് 3 കാര്യങ്ങൾ. 1, ഇത്ര വലിയ രക്ഷ, അതിന്റെ വലിയ സന്തോഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. 2, എനിക്ക് സമാധാനത്തോടെ ഇവിടുന്ന് യാത്ര അയക്കപ്പെടണം. സമാധാനത്തോടെ എനിക്ക് കർത്താവിൽ നിദ്ര പ്രാപിക്കണം. 2, 3, ഓരോ സഭായോഗങ്ങളും എനിക്ക് യാഗം കഴിക്കാനുള്ളതാണ്. ഏത് യാഗം? നീതികെട്ട യാഗമല്ല, അശുദ്ധ യാഗമല്ല. നീതികെട്ട യാഗമല്ല, അശുദ്ധ യാഗമല്ല, വിശുദ്ധ യാഗം കഴിക്കണം, നീതിയാഗം കഴിക്കണം ഓരോ സഭായോഗങ്ങളിലും. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ കൊണ്ട്, ഈ 3 കാരണത്തിന് വേണ്ടി ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ പറയാണ്, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അതാണ് സഭ. വേർപാട് പാലിക്കണം. നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. സെപ്പറേഷൻ, വേർപാട്. ഈ വേർപെട്ടവർ എന്തെല്ലാം സൂക്ഷിക്കണം? വേർപെട്ടവരെ മായ ഇച്ഛിക്കരുത്. മായ, ലോകത്തിന്റെ പൊല്യൂഷൻ, മാലിന്യങ്ങളിൽ അകപ്പെടരുത്. കിടക്ക മലിനമാകരുത്. വ്യാജം പ്രവർത്തിക്കരുത്. അങ്ങനെ വേർപാട് നീ പാലിച്ചെങ്ങനെ ജീവിക്കണം? നീതിയാഗം കഴിച്ച് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തിൽ നിറഞ്ഞ് രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ജീവിക്കണം. കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ, കാഹളം ധരിക്കുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. അല്ല, നമ്മൾ കർത്താവിന്റെ വരവിന് മുമ്പ് മരിച്ചാൽ സമാധാനത്തോടെ മരിച്ച് കല്ലറയിൽ കടക്കാൻ കാഹളം ധരിക്കും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലാ നാളും നമ്മുടെ കർത്താവിനോടുകൂടെ വസിക്കും. ഈ വചനങ്ങൾ കൊണ്ട് തമ്മിൽ ആശ്വസിക്കുവീൻ, ബലപ്പെടുവീൻ, ശുദ്ധീകരിക്കപ്പെടുവീൻ, സമർപ്പിക്കുവീൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിന് അനുസരണം വരണം, നീതിയാഗം കഴിക്കണം. അപ്പോൾ തന്നെ വേർപാട് പാലിക്കപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. 1, വിശ്വാസത്തിന് അനുസരണം വരുത്തണം. 2, നാം സെപ്പറേഷൻ ചെയ്യപ്പെട്ടവരാണ്. ലോകത്തോടുകൂടെ നശിക്കാനുള്ളവരല്ല. നാം ജീവരക്ഷ പ്രാപിക്കാൻ വേണ്ടി സെപ്പറേഷൻ ചെയ്യപ്പെട്ടവരാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യെസ്.